കോഴിക്കോടിലെ KLF പരിപാടിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മമാരെ ഇവിടെ ഒരു നല്ലൊരു ചർച്ചയാണ് നടക്കുന്നത്. ആടുജീവിതം എഴുതിയ ബെന്യാമിനും, പ്രശസ്ത എഴുത്തുകാരനായ ബെന്യാമിനും, നമ്മൾ ദിവ്യ എസ് അയ്യരും, നമ്മളെ കളക്ടർ, മുൻ പത്തനംതിട്ട കളക്ടറായ ദിവ്യ എസ് അയ്യരുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരു എന്താ പറയുക സംവാദം നടക്കുന്നു. അറബ് ജനത ഒരു കാലത്ത് ഒരു എന്താണ് USSR പോലെയൊക്കെയുള്ള ഒരു അറബ് നമ്മളെ എത്തിയിട്ടുണ്ട് കൺട്രി, ഒരു രാജ്യം, അറബ് ജനതകൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു രാജ്യത്തെ സംബന്ധിച്ച ഒരു വലിയ സ്വപ്നം വഹിച്ചിരുന്നു. ഇതുപോലെ ചിലപ്പോൾ കൂടുതൽ സമയമൊക്കെ തന്നേക്കും, പക്ഷെ ഞങ്ങൾ അത് തരുന്ന നടപടിയില്ല. അപ്പോൾ നമുക്ക് ദിവ്യാസയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ഈ സെഷൻ്റെ പേര് കയ്യൊപ്പെട്ട വഴികൾ എന്നാണ്. എത്തപ്പെട്ട വഴികളിലെല്ലാം ചേർന്ന ഇടങ്ങളിലെല്ലാം സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ ഒരാളാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അത് വെറുതെ കയ്യൊപ്പ് ചാർത്തുകയല്ല, അത് കൃത്യമായി വേറിട്ട വഴികളിലൂടെ നടന്ന് കയ്യൊപ്പ് ചാർത്തി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇപ്പോൾ ദിവ്യാസയെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ എന്നാണ് പറഞ്ഞത്. പത്തനംതിട്ട ജില്ലാ കളക്ടർ എന്ന സ്ഥാനം 2-3 മാസം മുമ്പേ മാറി എന്ന കാര്യം ഇവിടുത്തെ സംഘാടകർ അറിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആണ് ദിവ്യാസ് അയ്യർ. MD ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് മുമ്പ് പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നു. അതിനു മുമ്പ് ഗവൺമെൻറ് തലത്തിൽ പല സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. കോട്ടയം അസിസ്റ്റന്റ് ജില്ലാ കളക്ടറായിരുന്നു. പല നിലകളിൽ നമുക്ക് അറിയാവുന്നതുപോലെ ദിവ്യ ഗായികയാണ്, ചിത്രകാരിയാണ്, നർത്തകിയാണ്, പ്രാസംഗികയാണ്, പരിഭാഷകയാണ്, എഴുത്തുകാരിയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സകലകല വല്ലഭ എന്ന് പറയാവുന്ന ഒരാളാണ് ദിവ്യ നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് ദിവ്യയെ കേരളം ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നതും മക്കൾ ശ്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നിന്ന് തുടങ്ങാം ഈ സംസാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം സർക്കാർ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വിഴിഞ്ഞം എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള ഒരു സാധനമല്ല. കുറേ പ്രതിസന്ധികളെ ഒരേ സമയത്ത് നേരിടേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം സർക്കാർ തലയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിഴിഞ്ഞത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, പ്രതീക്ഷകൾ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ബെന്യാമിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹൃദയർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. സാഹിത്യ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കില്ല എന്നുള്ളതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ, അല്ലാതെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ പറയണ്ട, പൊതുവായി മനസ്സിലാക്കി എന്താണ് സർക്കാർ രഹസ്യങ്ങളൊന്നും നമ്മളോട് ഉൾപ്പെടുത്തണ്ട. രഹസ്യങ്ങളൊന്നുമില്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ നന്മ എന്നുള്ളത്. നമ്മൾ ശരിക്കും എന്താ പറയുക, തുറന്ന വെളിച്ചത്തിൽ സൂര്യപ്രകാശത്തിൽ നടത്തുന്ന പദ്ധതികളാണ് എന്നുള്ളതാണ് രണ്ടും. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയും ഒപ്പം ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറും കൂടിയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ചിരകാല അഭിലാഷവും സ്വപ്നവും ഒക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്ന ഒരു വേളയിലാണ്, അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് അതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ സാധിച്ചത് എന്നുള്ളതൊരു വലിയ സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് ഒരൊറ്റ പദ്ധതിയല്ല. സത്യം പറഞ്ഞാൽ ആ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത് വികസനത്തിൻ്റെയും ഒപ്പം ക്ഷേമത്തിൻ്റെയും ഒരുപാട് വാതായനങ്ങൾ തുറക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ചരിത്രപരമായി നോക്കിയാൽ തന്നെ ഈ യാത്രാ സഞ്ചാരം അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ എന്നൊക്കെയുള്ളതാണ് എപ്പോഴും മറ്റ് രാജ്യങ്ങളിലേക്കും വ്യവസായങ്ങളിലേക്കും വികസനത്തിലേക്കും ഒക്കെ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരിക്കും ആധുനിക കാലത്ത് എങ്ങനെയാണ് സഞ്ചാരം ഒപ്പം വ്യവസായം നമ്മുടെ നാടിനെ വികസനത്തിൻ്റെ പാതയിൽ നയിക്കാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും വിഴിഞ്ഞം പദ്ധതി. ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ തന്നെ ഒപ്പം
അവിടെയുള്ള ജനങ്ങളെ എല്ലാവരെയും പ്രാദേശികമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലായി വിഴിഞ്ഞം പോർട്ട് മാറാൻ പോവുകയാണ്. വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിനുണ്ടാവുന്ന മാറ്റം എന്തായിരിക്കും? ഇപ്പം ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ഒരു സാധനം വന്നതോടുകൂടി തിരുവനന്തപുരം സിറ്റി കുറച്ച് പടിഞ്ഞാട്ട് മാറിയതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി അവിടെ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥ നഗരം കുറേ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി. ഈ വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി തിരുവനന്തപുരം നഗരത്തിന് മൊത്തത്തിലുണ്ടാവാൻ പോകുന്ന വളർച്ചയും മാറ്റവും എങ്ങനെയാണ് ദിവ്യ നോക്കിക്കാണുന്നത്? തിരുവനന്തപുരം നഗരം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ നല്ല ബ്ലോക്കിൽപ്പെട്ട് ഇത്രയും നേരം താമസിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വൈകിയത്, അല്ലാതെ മനഃപൂർവ്വം വൈകിയതല്ല കേട്ടോ. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, തിരുവനന്തപുരത്ത് ബെന്യാമിൻ ഈ പറഞ്ഞത് ഒരു വളരെ പ്രസക്തമായ കാര്യമാണ്. ടെക്നോ പാർക്ക് വന്നപ്പോൾ അത് ശരിക്കും മറ്റൊരു നഗരപ്രദേശം എന്നുള്ള രീതിയിൽ അത് ഉയർന്നു വരികയാണ് ചെയ്തത്. നഗരഹൃദയത്തിലുള്ള നഗരപ്രദേശത്തിനെ കാർന്ന് തിന്നുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റോഡ് ബ്ലോക്കുകളും ഇപ്പോഴും തിരുവനന്തപുരത്ത് കുറവാണ്. കാരണം അത് മറ്റൊരു ലൂപ്പായി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ട് വൃത്തങ്ങളായി സമാന്തരമായി നിലനിൽക്കുകയാണ്. രണ്ട് വികസനത്തിൻ്റെ തൂണുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ മൂന്നാമതൊരു തൂണായി വിഴിഞ്ഞം പോർട്ടും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രദേശവും വരും. അപ്പോൾ അവിടെ പ്രാദേശിക വികസനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കപ്പലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള വ്യവസായങ്ങൾക്കാണ് അവിടെ കൂടുതൽ പ്രസക്തി ഉണ്ടാവുക, ആളുകൾക്ക് ഏതൊക്കെയാണ് അവിടെ കൂടുതൽ അനുയോജ്യമാവുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ അത്തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് ആക്കം കൂട്ടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി. ഇപ്പോൾ ഉദാഹരണത്തിനായി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പാക്കേജിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാക്കേജിംഗ് ഇൻഡസ്ട്രീസ് വളരെ കുറച്ച് ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഉള്ളത്. അതായത് എന്ത് തരം, ഇപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്നത് മുതൽ ആ മുട്ടായി പാക്ക് ചെയ്യുന്നത് വരെ എല്ലാ പാക്കേജിങ്ങിനും അതിൻ്റേതായിട്ടുള്ള രീതികളും അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രവുമുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് സാധാരണഗതിയിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിലോ പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഈ മുട്ടായി മുതൽ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് മിക്സർ വാങ്ങിച്ചാൽ പോലും അത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ തുറക്കാതിരിക്കാൻ പാക്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ചിന്തിക്കാറ്. അത് എളുപ്പത്തിൽ തുറക്കാൻ പാടില്ല, കാരണം അത് തുറന്ന് അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും കുത്തിക്കയറ്റുമോ എന്നുള്ളൊരു ഒരു സംശയം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ സാധാരണയായി പാക്ക് ചെയ്യുന്ന ഏതൊരു സാധനവും, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുമ്പോൾ, നമ്മൾ പ്രാദേശികമായിട്ട് ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുമ്പോൾ അതൊന്ന് തുറക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലായിരിക്കും. അങ്ങനെ ഏത് കാര്യമാണ് നമുക്ക് പാക്ക് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് തുറക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ ആവരണം ചെയ്ത് വെക്കുന്നത് എന്നുള്ളതല്ല. പക്ഷെ ആരും ഇത് യഥാർത്ഥ ഗുണഭോക്താവിൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുൻപേ തുറക്കാൻ പാടില്ല എന്നുള്ളത് ചിന്തിച്ചാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പോലും തുറക്കരുതെന്നുള്ള വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഈ വന്ദേ ഭാരത് കയറിയിട്ട് ചായ തന്നു. ഞാൻ ചെങ്ങന്നൂന്ന് കയറിയ ചായയുടെ കവറ് പൊട്ടിച്ചത് കോട്ടയത്ത് എത്തിയപ്പോഴാണ്. അത്ര നേരം മൽപ്പിടുത്തം നടത്തിയതിനു ശേഷമാണ് ആ കവറൊന്ന് പൊട്ടിക്കാൻ പറ്റിയത്. മനുഷ്യൻ ജന്മത്ത് തുറക്കുന്നത് വിചാരിച്ചാണ് അത് വാങ്ങിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സത്യം. പക്ഷേ നമ്മള് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തൊരു ഐഫോൺ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ പച്ച സ്റ്റിക്കർ കാണും. അതൊന്ന് പിടിച്ച് വലിച്ചു എന്നുണ്ടെങ്കിൽ അത് ആ നിമിഷം നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ പുറം രാജ്യങ്ങളിൽ പാക്ക് ചെയ്യുന്ന സാമാനങ്ങൾ, നമ്മളിവിടെ പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ രണ്ടും നോക്കുമ്പോൾ വളരെയധികം അന്തരമുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുള്ള ഒരു വ്യവസായ മേഖലയുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ അത് തുറമുഖവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പോൾ സാധനങ്ങൾ, അതായത് നമ്മുടെ വിഭവങ്ങൾ എല്ലാം തന്നെ, പ്രാകൃത വിഭവങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഒരു തുറമുഖത്തിലേക്ക് വരുന്നു, മറ്റൊരു രാജ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നോ. ഒരു പക്ഷേ അവയെ വെറുതെ ഒന്ന് പാക്ക് ചെയ്തായിരിക്കും നമുക്ക് വിപണിയിലേക്ക് അയക്കാൻ പറ്റുക. ഈ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള സാമാനങ്ങൾ ഒരിക്കലും നമ്മൾ കപ്പലിൽ കൊണ്ടുവരാറില്ല, കണ്ടെയ്നേഴ്സിൽ കൊണ്ടുവരാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ, അപ്പോൾ അവിടെ ശരിക്കും നമുക്ക് പാക്കേജിങ്ങിൻ്റെ ഒരു വലിയൊരു വ്യവസായം എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു USP അല്ലെങ്കിൽ ഒരു സവിശേഷത എന്നുള്ള നിലയിൽ നമുക്കിപ്പോൾ ഗ്രീൻ പാക്കേജിങ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ച കേരളത്തിൽ. അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളുടെയും സാമഗ്രികളുടെയും പാക്കേജിങ് മാത്രം നമ്മളൊന്ന് കേന്ദ്രീകരിച്ചാൽ പോലും അത് അന്തരീക്ഷത്തെ വളരെയധികം മലിനീകരിക്കാത്ത ഒരു തരം വ്യവസായവും കൂടിയാണ്. അതിപ്പോൾ നമുക്ക് വിഴിഞ്ഞത്ത് കൊണ്ടുവരാൻ സാധിച്ചാൽ, അതിൻ്റെ ഒരു ഹബ്ബ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, ഒരു പക്ഷേ
പുറത്തുനിന്ന് കപ്പലിലേക്ക് കയറ്റാനുള്ള സാധനങ്ങളും അതിൻ്റെതായ രീതിയിലുള്ള പാക്കേജിങ് വേണ്ടി വരും. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ അതുപോലെ വിപണിയിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പാക്കേജിങ് ആവശ്യം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, നമുക്ക് അതിൻ്റെ ഈ പറയുന്ന പ്രാകൃത വിഭവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പെറിഷബിൾസ് ആയിരിക്കും. അപ്പോൾ ഭക്ഷണ വിഭവങ്ങൾ, ഭക്ഷ്യ സാധനങ്ങൾ, സാമഗ്രികൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവ അടുത്ത ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഇപ്പോൾ തുറമുഖത്തിൽ നിന്നും ഒരുപാട് ദൂരെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൂടി അതിനെ നമുക്ക് വണ്ടിയിൽ എത്തിക്കുവാനായി നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു സമയം കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൻ്റെ സാധ്യതകൾ ആരായാൻ സാധിച്ചാൽ ഒരുപക്ഷെ അത്തരത്തിൽ ഓരോ വിധത്തിൽ നമ്മൾ സംരംഭകർ, അതുപോലെ തന്നെ സ്വപ്നസഞ്ചാരികളായിട്ടുള്ള സംരംഭകർ ധാരാളം ആ പ്രദേശങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് 2.5 വർഷക്കാലം പത്തനംതിട്ട ജില്ലാ കളക്ടറായി അടുത്ത കാലത്താണ് വിരമിച്ചത്. ദിവ്യ പിരിഞ്ഞു പോകുമ്പോൾ കണ്ട വീഡിയോകൾ, ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ വിദേശത്തിരുന്നാണ് കണ്ടത്. തൻ്റെ കീഴുദ്യോഗസ്ഥർ മുഴുവൻ കെട്ടിപ്പിടിക്കുകയും കരയുകയും പോലെ മാണം എന്ന് വരികയും ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. സാധാരണ തൻ്റെ മേലുദ്യോഗസ്ഥൻ പിരിഞ്ഞു പോകുമ്പോൾ ദൈവമേ ഈ കാലമാടൻ എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്ന മട്ടിലാണ് സാധാരണ കീഴുദ്യോഗസ്ഥർ പെരുമാറുന്നതെങ്കിൽ എങ്ങനെയാണ്? കാരണം അധികാരത്തെ നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് സ്നേഹം കൊണ്ടും ഒന്ന് തൻ്റെ മൽപ്പിടുത്തം കൊണ്ട്. എങ്ങനെയാണ് ഇത്രയധികം തൻ്റെ കൂടെ നിന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് 2.5 വർഷക്കാലം പത്തനംതിട്ടയിൽ ചെലവഴിച്ചത്? ആ ഒരു ഓർമ്മ സർക്കാർ തലത്തിൽ അല്ലാതെ ഒരു സൗഹൃദം എങ്ങനെയൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പേരെടുത്ത ജനപ്രിയയായ കളക്ടർ എന്ന നിലയിലേക്ക് അവിടെ പോകാൻ കഴിഞ്ഞത് ഒന്ന് പറയാൻ പറ്റും? ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കീഴുദ്യോഗസ്ഥർ, മേലുദ്യോഗസ്ഥർ എന്നുള്ള ഒരു അന്തരമില്ലാതെ, ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൂടെ നിർത്താൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത്. അത് ഞാൻ അങ്ങനെ ചെയ്യണം എന്ന ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ. നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ കുഞ്ഞ് മൽഹാറിനിപ്പോൾ 4 വയസ്സായി. അവൻ പത്തനംതിട്ടയിലെ സ്കൂളിൽ നിന്നും ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ, ആദ്യം ഒരു പുതിയ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആദ്യം പുതിയൊരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിച്ചില്ല. അപ്പം അവന് യഥാർത്ഥത്തിൽ അവിടെ ആവശ്യം നല്ലൊരു വിദ്യാലയമായിരുന്നു. പക്ഷെ അവന് യഥാർത്ഥത്തിൽ അവിടെ ആവശ്യം അവൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുവാനും ഒപ്പിയെടുക്കുവാനും അവന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നാൽ ഉടനെ ഓടിച്ചെല്ലുവാനുമായിട്ട് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, ആരെങ്കിലും ഒരാൾ അവന് വേണമായിരുന്നു. അപ്പം അങ്ങനെ ഒരാളെ കിട്ടുന്നത് വരെ ആൾ വളരെ അസ്വസ്ഥനായിരുന്നു. അങ്ങനെ ഒരു അധ്യാപികയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനാൾ ഹാപ്പിയായി. ഇന്ന് വന്നപ്പോൾ പോലും ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയായിരുന്നു സ്കൂളിലെ സുഹൃത്തുക്കളെ കുറിച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗൗരി എന്ന് പറഞ്ഞ കുട്ടിയെ കണ്ടതും കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതൊക്കെ കഥകൾ ഞങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന ആരെങ്കിലും കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ സ്കൂളിൽ പോകാൻ പ്രയാസമൊന്നുമില്ല. ആ ഒരു മനസ്സ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു പുതിയ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ മുകളിലാണ് താഴെയാണ് എന്നൊക്കെ നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു വൈകാരികമായ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. നമ്മൾ ഒരേ തലത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ അതിന് നമുക്ക് എപ്പോഴും സാധിക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ അനിവാര്യതയാണ്. അത് ഞാൻ എവിടെ പോയാലും എനിക്ക് ആരെങ്കിലുമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കില്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ്, ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്നൊക്കെ. അത് ബെന്യാമിനും എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഏറ്റവും വലിയ കരുത്തും എൻ്റെ ഏറ്റവും വലിയ ബലഹീനതയും രണ്ടും ഞാൻ മനുഷ്യരെ വിശ്വസിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മനുഷ്യരെ വിശ്വസിക്കുക, അവരിൽ വികാരങ്ങൾ നിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. അത് ഞാൻ എവിടെ പോയാലും ചെയ്യാറുണ്ട്. എല്ലാ ഓഫീസുകളിലും അത് ഞാൻ ചെയ്യാറുണ്ട്. പത്തനംതിട്ടയിലും അങ്ങനെ തന്നെ ആയിരുന്നു. പത്തനംതിട്ടയിൽ പിന്നെ കൂടുതൽ നേരം നമ്മൾ ഔദ്യോഗിക വൃത്തങ്ങളിൽ ചിലവഴിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ
കുറെ അധികം പേരുമായി അത്തരത്തിൽ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം. ദിവ്യ കളക്ടറായിരുന്ന കാലത്താണ് ഈ IAS എന്ന് പറയുന്ന പദവി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മുൻമാതൃകളെയും ഒളിച്ചു കളഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികളോട് ഇറങ്ങി ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റീവൻ ദേവസിയോടൊപ്പം കയറി പാട്ട് പാടുക, അല്ലെങ്കിൽ കഥകളി അവതരിപ്പിക്കുക, അങ്ങനെ എല്ലാത്തരം IAS എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബലം പിടിച്ച് ഇടതും വലതും നോക്കാതെ നടക്കേണ്ട ഒന്നാണ് എന്നതിൽ നിന്ന് മാറിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക, അവരോടൊക്കെ എന്താണ് ഇടപഴകുക എന്ന് പറയുന്ന ഒരു രീതി അവലംബിച്ചു. ഇത് PR പ്രൊജക്ടിന്റെ PR വർക്കിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സൃഷ്ടിച്ചെടുത്താണ്. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? PR ഏജൻസികളുണ്ടോ? എനിക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ എന്ന വ്യക്തിക്ക് പണ്ട് മുതൽ തന്നെ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തെ മാത്രം നോക്കി നടക്കുക എന്നുള്ള ഒരു ശീലമില്ലായിരുന്നു. ഒരുമിച്ച് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം കുട്ടിക്കാലം മുതലേ അച്ഛനും അമ്മയും നൽകിയിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ബാല്യകാലത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്കിപ്പോൾ പിന്നെ ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോൾ 10 വിഷയങ്ങളായിരിക്കും ഒരുമിച്ച് പഠിക്കാൻ ഉണ്ടാവുക, അല്ലേ? ഓരോ പീരീഡ് ഓരോ വിഷയമായിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഡ്രില്ലുണ്ടായിരിക്കും, ഈ പറയുന്ന PT ഉണ്ടായിരിക്കും, അതിൻ്റെ ഇടയിൽ പാട്ടുണ്ടായിരിക്കും, ഡാൻസ് ഉണ്ടായിരിക്കും, യൂത്ത് ഫെസ്റ്റിവലിന് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, അതിൻ്റെ ഇടയിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നമ്മൾ വേറൊരു ക്ലാസ്സിനായിരിക്കും ചിലപ്പോൾ പോവുക. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. പക്ഷെ നമ്മൾ വളർന്ന് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കൃത്രിമമായിട്ടുള്ള പരിമിതി സമൂഹം സൃഷ്ടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഈ പറയുന്ന പോലെ പാട്ട് ക്ലാസ്സിന് പോകുമായിരുന്നു, ഡാൻസ് ക്ലാസ്സിന് പോകുമായിരുന്നു, മോണാക്ടിന് പോകുമായിരുന്നു, മാപ്പിളപ്പാട്ടിന് പോകുമായിരുന്നു, എല്ലാത്തിനും ചെയ്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ അനവധി കുട്ടികളുണ്ടായിരുന്നു സ്കൂളിലത്. ഞാൻ അത് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി. യഥാർത്ഥത്തിൽ ഞാൻ സ്കൂളുകളിൽ പോകുമ്പോൾ, വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ 5 കുട്ടികളെ തിങ്ങി നിറഞ്ഞ് ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരിക്കും. അതിനുശേഷം കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ ഹൈസ്കൂളോ അല്ലെങ്കിൽ കോളേജുകളോ ആകുമ്പോഴത്തേക്കും നമുക്ക് അവരവർക്ക് ഓരോ കസേര നൽകി തുടങ്ങും. അതിനുശേഷം നമുക്ക് ജോലി ആകുമ്പോഴത്തേക്കും എല്ലാവരും അവരവർ ഓരോ ക്യാബിൻ്റെ അകത്ത് കയറി ഇരുന്ന് തുടങ്ങും. ഇനി അതിന് മേളിൽ ആ ഓഫീസിൻ്റെ ഹെഡ് ആകുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് ഒരു മുറി ഇങ്ങ് തരും. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് പരസ്പരം ബന്ധപ്പെടാനുള്ള സാധ്യതകളാണെങ്കിലും എല്ലാം ഇങ്ങനെ ഒറ്റപ്പെടുത്തിയാണ് നമ്മൾ സമൂഹത്തിൽ ശരിക്കും സ്വയം നമ്മളെ വിലയിരുത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആശയത്തെ വെല്ലുവിളിക്കുക എന്നുള്ളത് എനിക്ക് കോളേജ് കാലം മുതൽ തന്നെ എൻ്റെ ഒരു ശീലമായിരുന്നു. അപ്പോൾ അത് എന്ത് ഔദ്യോഗിക തിരക്കാണെങ്കിലും താല്പര്യമുള്ള മേഖലകളിൽ, പ്രത്യേകിച്ചും കല, എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ, കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഇനിയും ഒരുപാട് തഴച്ചു വളരേണ്ടുന്ന ഒന്നാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ കായിക മത്സരങ്ങൾക്കുള്ള ഒരു തരം ഒരു ലഹരി എന്ന് പറയുന്നത് കലയോട്, പ്രത്യേകിച്ച് നമ്മുടെ പരമ്പരാഗത കലകളോട് ഇന്ന് അത്രമാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനും കൂടെ എൻ്റേതായ ഒരു ചെറിയൊരു സംഭാവന എന്നുള്ള നിലയിലും കൂടി അതിൽ ഏർപ്പെടാൻ ഒരു ആഗ്രഹമുണ്ട്. അദ്ദേഹത്തെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട വിവാദങ്ങളിലൊന്ന്, അല്ലെങ്കിൽ ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ കാര്യം മൽഹാറുമായിട്ട് വേദി പങ്കിട്ടു എന്നുള്ളതാണ്. ഒരു പരിപാടിക്ക് പോയപ്പോൾ മകനെ കൂട്ടിക്കൊണ്ടുപോയി. അത് വലിയ പ്രോത്സാഹനം ഉണ്ടായി. ഒരു അമ്മ എന്ന നിലയിൽ തീർച്ചയായിട്ടും ചെയ്യണം. എന്നാൽ ചിലയിടങ്ങളിൽ നിന്ന് വലിയ വിമർശനം ഉണ്ടായി. അമ്മയെ ആണ് എന്ന് പറഞ്ഞ കാരണത്താൽ കുഞ്ഞിനെ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമോ എന്നൊക്കെയുള്ള വിമർശനം. ഇപ്പോൾ അത് ആ ഒരു സംഭവത്തെ നോക്കി കാണുമ്പോൾ ഒരമ്മ എന്ന നിലയിൽ, ഉദ്യോഗസ്ഥ എന്ന നിലയിൽ, 2 നിലയിലും അതിനെ നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഈ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിരവധി പ്രശംസകൾ പലയിടങ്ങളിൽ നിന്നും, വലിയ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്നും വരെ പ്രശംസയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനെ ഒന്ന് ഈ 2 നിലയിൽ, അമ്മ എന്ന നിലയിലും ഉദ്യോഗസ്ഥ എന്ന നിലയിലും എങ്ങനെയാണ് ആ സംഭവത്തെ നോക്കിക്കാണുന്നത്? 2 നിലകളിലായിട്ട് അതിനെ നോക്കിക്കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. കാരണം 2 ഒരാൾ തന്നെയാണ്. എന്നെ 2ആയിട്ട് വിഭജിക്കുവാൻ എനിക്ക് താല്പര്യവുമില്ല. അങ്ങനെ വിഭജിക്കുന്നു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് കള്ളവുമാണ്. ഞാൻ ഒരു IAS ഉദ്യോഗസ്ഥയായി
ആ ഒരു ചുമതല നിർവഹിക്കുമ്പോൾ ഞാനൊരു അമ്മയല്ല എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയാലും ബാബയുടെ കൂടെ ആണെങ്കിലും എൻ്റെ ഉദ്യോഗത്തിന് 100% കൂറ് പുലർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ രണ്ടും എന്നിലുണ്ട് എന്നുള്ളത് പൂർണ്ണമായി ഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ശരിക്കും അന്നത് സംഭവിച്ചതും. അത് ഇപ്പോഴും വളരെ അഭിമാനപൂർവ്വം തന്നെ ഞാൻ ഓർക്കുന്നുമുണ്ട്. കാരണം അന്ന് ആ വേദിയിൽ അവൻ്റെ സാന്നിധ്യം, അവൻ്റെ ഒരു പ്രസരിപ്പ് ഉണ്ടാക്കിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആരും ഒരിക്കലും മറക്കില്ല. അതിനുശേഷം അത് അത്രയും വലിയൊരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കി എന്നുള്ളതിൽ അതിലേറെ അഭിമാനം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഈ പറയുന്നത് പോലെ ചില ചട്ടക്കൂടുകൾക്കുള്ളിൽ വരുന്ന വിഷയങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്നും അത് നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന വ്യക്തി വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവന് അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്ന ഒരമ്മയായി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അവൻ പക്ഷേ എന്നെ ഒരമ്മയായി മാത്രം കാണരുത് എന്നുള്ളതും എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ എന്ന വ്യക്തി ആരാണ് എന്നും അതുപോലെ തന്നെ ഞാനായാലും ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളായാലും ഇപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് അജ്ഞാതരെ കാണുമ്പോൾ അവരുമായി ഇടപഴകേണ്ടത്, ഒരു ക്രൗഡ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അവർ ബന്ധങ്ങൾ രൂപീകരിക്കേണ്ടത്, ഇതൊക്കെ ആരും കുട്ടികൾക്ക് പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ്. അവരുടെ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തിലും ആരും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ ക്ലാസ്സിലുള്ള കുറച്ച് സമപ്രായക്കാരുമായി ഇടപഴകുന്നു എന്ന് മാത്രം. പക്ഷെ നമ്മുടെ കൂടെ ഇപ്പോൾ വേദികളിൽ വരുമ്പോൾ ഒരു മൈക്ക് എടുക്കുമ്പോൾ അവൻ്റെ അമ്മ വേദിയിൽ കയറുമ്പോൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പറ്റം അജ്ഞാതരെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ നമ്മളോടൊപ്പം പുറത്തേക്ക് വന്നാലല്ലേ അവർ പഠിക്കൂ. നമ്മുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ അത് പഠിക്കൂ എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം എന്ന നിലയിൽ ഇത്തരം സാമൂഹിക കൂട്ടായ്മകളിലും തീർച്ചയായിട്ടും അവനും ഉണ്ടാകണം എന്നുള്ളതും എൻ്റെ ഒരു നമ്മുടെ മന്ത്രി ടീച്ചർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന ഹൗസിംഗ് ഹെഡ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. കുടുംബത്തെ വീടിനെ ബിസിനസ്സിൽ വഹിക്കുന്നു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ദിവ്യ ജോലിക്ക് പോകുമ്പോൾ ഉദ്യോഗസ്ഥരിക്കുമ്പോൾ എത്രത്തോളം കുടുംബത്തെ അല്ലെങ്കിൽ വീടിനെ തലയിൽ വഹിക്കുന്നു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ആരംഭ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു അമ്മയായതിനു ശേഷം 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞതിന് ശേഷം തിരികെ ജോലിയിലേക്ക് മടങ്ങുന്ന ഒരു സമയത്ത് ഈ പറയുന്ന അതിലൊരു പ്രതിഭാസം എനിക്കുണ്ടായിരുന്നു. ഏത് സമയത്തും അവൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഇരിക്കുന്നു, വീട്ടിൽ എന്താണ് നടക്കുന്നത്, പാല് കുടിച്ചോ ഉടനെയോ വീട്ടിൽ ചിന്തകൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്, 3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ടോൾസ്റ്റോയുടെ കഥയിൽ കഥയിപ്പോൾ പറഞ്ഞ ബാക്കി പറഞ്ഞിട്ട് എനിക്ക് വളരെ അത്യാവശ്യം നീണ്ട കഥയായതുകൊണ്ട് കഥ ഞാനിപ്പോൾ പറയുന്നത്. പക്ഷെ അതിൽ 3 ചോദ്യങ്ങളില്ല. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം what is the right time to do the right thing and who is the right person to listen എന്നുള്ളതാണ്. ഒരു രാജാവിൻ്റെ മനസ്സിൽ വരുന്ന 3 ചോദ്യങ്ങൾ അതിനെ വളരെ മനോഹരമായി സന്ദർഭങ്ങളിലൂടെ ആഹ്വാനം ചെയ്യുന്ന കഥയാണ്. അപ്പൊ അതിൽ ഉത്തരം വരികയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്നുള്ളത് ഈ സമയം, ഈ നിമിഷം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യം, നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യം അല്ലെങ്കിൽ ഏറ്റവും ശരിയായ കൃത്യം ഏതാണ്? നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് നന്മ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യം. ഇനി ഏറ്റവും ആർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഒപ്പം ആ സമയമുള്ള വ്യക്തി പറയുന്നത് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. അത് മനസ്സുകൊണ്ട് അത് പ്രാവർത്തികമാക്കണം എന്ന് തീരുമാനിച്ച് അത് ശീലിച്ചിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ അങ്ങനെ ഒരിടത്ത് പോകുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിൻ്റെ ഉള്ളവരിലേക്കാണ് ഞാൻ പറയുന്നത്. അത് കഴിയുന്നത്ര വീട്ടിൽ പോയി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ എന്നെ അലട്ടാതെ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലൊരു അവബോധം
തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യഗണം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യഗണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം. നാലുവരിയുടെ ഞാൻ പ്രതീക്ഷിച്ചു, അത് നമുക്ക് അടുത്ത സമയത്ത് ചെയ്യാം.